Hello viewers, welcome to a new lesson with Litex. Today we are going to talk about the short film titled The Silent Child by Chris Overton and Rachel Shenton. This is included in the FYUGP syllabus for ലിറ്ററേച്ചേഴ്സ് AEC1 പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ദി സൈലൻറ്റ് ചൈൽഡ് ആൻഡ് ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി 4th മൊഡ്യൂൾ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ദി ടൈറ്റിൽ ഓഫ് ദാറ്റ് മൊഡ്യൂൾ ഇസ് ബിയോണ്ട് മാർജിൻസ്. സോ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ എക്സ്ക്ലൂഷനാണ്. എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കെല്ലാവർക്കും അറിയാം, സമൂഹത്തിൽ പല ഗ്രൂപ്പ് ഓഫ് ആളുകളെയും സമൂഹം ഒറ്റപ്പെടുത്താറുണ്ട്. ആ ഒരു ഒറ്റപ്പെടുത്തലിനെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. മെനി ഫാക്ടേഴ്സ് ആർ ബിഹൈൻഡ് ദിസ്. പലപ്പോഴും ഈ ഒറ്റപ്പെടുത്തലുകൾക്ക് കാരണമാവുന്നത് എക്കണോമിക് റീസൺസ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ആവാം. ആൻഡ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും കാസ്റ്റ് ബിക്കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഇതുപോലെയുള്ള പല കാരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡിസബിലിറ്റീസ്. ഇന്ന് നമ്മൾ ഒന്നുകൂടി മെച്യൂറായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിനെ ഡിഫറെൻറ്റ് എബിലിറ്റീസ് എന്നാണ് ഡിസബിലിറ്റീസിനെ നമ്മൾ വിളിക്കുന്നതും മനസ്സിലാക്കുന്നതും. എന്നിരുന്നാലും സമൂഹം ഇപ്പോഴും പലപ്പോഴും ഇതിനെ കാണുന്നത് ഡിസബിലിറ്റി ആയിട്ട് കൊണ്ട് തന്നെയാണ്. സോ ഈ സോഷ്യൽ എക്സ്ക്ലൂഷൻസിൻ്റെ മറ്റ് ഫാക്ടേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് പലപ്പോഴും അൺഇൻറ്റൻഷനലി ആണ്. സമൂഹം മാത്രമല്ല, സ്വന്തം കുടുംബം പോലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹോൾ മൊഡ്യൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ക്ലൂഷൻ, മാർജിനലൈസേഷൻ ഓഫ് disabled people, then the discrimination that they are facing in their families and society, ഇതുപോലെ ഡിഫറെൻറ്റ് ബയാസസ് തുടങ്ങിയ ടോപ്പിക്സാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെയൊരു മൊഡ്യൂൾ വരുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ടു സെൻസിറ്റൈസ് സ്റ്റുഡൻസ് ആൻഡ് റേസ് അവെയർനെസ് അബൌട്ട് ദീസ് ഫാക്ടേഴ്സ്. ആൻഡ് സെൻസിറ്റൈസേഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ സോഷ്യൽ ചേഞ്ച്. സോ വി ഹാവ് ടു ബിൽഡ് അപ്പ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി. നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു തീമാണ് സോഷ്യൽ ഇൻക്ലൂഷൻ ഓഫ് ഡിഫറെൻറ്റ് മൈനോറിറ്റീസ് ഇൻ ടു ദി മെയിൻ സ്ട്രീം. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ക്രിസ് ഓവർട്ടൻ്റെ ഈ ഒരു ഷോർട്ട് ഫിലിം ദി സൈലൻറ്റ് ചൈൽഡ്. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻ ദർ. ആൻഡ് ദിസ് short film is actually the screenplay is written by Rachel Shenton and the direction is done by Chris Overton, and this is an Oscar film. Oscar is also called the Academy Award for Best Live Short Film in 2018 is awarded to this film. റേച്ചൽ ഷെൻടൻ്റെ സ്ക്രീൻ പ്ലേ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മാറ്റർ കൂടിയാണ്. കാരണം റേച്ചൽ ഷെൻടൺ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. വെൻ ഷി വാസ് 12 years old, because of illness, her father became deaf and she had to face this crisis in their family. പെട്ടെന്ന് ഒരാൾ കേൾവിയുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് കേൾവി ഇല്ലാതായി മാറുന്നതിൻ്റെ ഒരു ഇഷ്യൂ അപ്പോഴാണ് അവൾ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഹർ ഫാദർ, ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹർ, ഷീ ഈവൻ സ്റ്റഡീഡ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഓർ BSL ആൻഡ് ഷി വാസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം. സോ ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് ഓഫ് ഡെഫ് പീപ്പിൾ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ അവരുടെ ലൈഫിൽ സൈൻ ലാംഗ്വേജിനുള്ള ഇമ്പോർട്ടൻസും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. So we are going into a summary of the short film. The film tells the story of a deaf 4-year-old girl named Libby who lives in a hearing family. ഇപ്പോൾ ഹിയറിംഗ് ഫാമിലി എന്ന് പറയുമ്പം ബാക്കിയുള്ള എല്ലാവർക്കും ചെവി കേൾക്കാവുന്ന ആൾക്കാരാണ്. ആൻഡ് ഷീ സ്ട്രഗിൾസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ ദി ഫാമിലി മെമ്പേഴ്സ്.
And the film centers on Libby's experience of extreme isolation in the middle of a very large family. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. നമുക്ക് കാണാം ആ വീട്ടിൽ എപ്പോഴും ഒച്ചയും ബഹളമാണ്, നിറയെ മെമ്പേഴ്സ് ഉണ്ട്. ഷി ഹാഡ് സിബ്ലിങ്സ്, ഹർ ഫാദർ, ഹർ മദർ ഇസ് ദർ, ആൻഡ് at the beginning of the film we can see that it's the hurry of a house where children are students and they are going into their schools. The father is going for job, mother is also busy, and in between mother has to take care of her മദർ-ഇൻ-ലോനെ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തിരക്കുണ്ട്. അപ്പോൾ ആകെ കൂടെ ഒച്ചയും ബഹളം ഒരു വീടിനകത്ത് ഒരാൾ മാത്രം, ഒരു കുട്ടി മാത്രം വളരെ സൈലൻ്റായിട്ടിരിക്കുന്നു. ഷീ ഈസ് നോട്ട് പേയിങ് അറ്റൻഷൻ ടു എനി വൺ. ഷീ ഈസ് ലോസ്റ്റ് ഇൻ എ വേൾഡ്. അവളുടെ കണ്ണുകളിൽ ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് കാണാം. സോ ദാറ്റ് ഐസൊലേഷൻ ഇസ് എ തീം ഓഫ് ദിസ് film. And once she becomes a troublemaker, she is not listening to anyone because she cannot listen. So ഒരു caretaker വരുവാണ്. A social worker named Joanna is arriving and she starts to teach her sign language. അപ്പോൾ ജോയനയുടെ വരവിന് മുമ്പ് ഈ കുട്ടിക്ക് ഒരാളായിട്ടും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ മദർ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട്, ഷീ അണ്ടർസ്റ്റാൻഡ്സ് പെർഫെക്റ്റ്ലി വാട്ട് ഷീ സേസ് എന്നാണ് അവൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നതൊക്കെ അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു മൂഡിലല്ല, അവൾ നല്ല മൂഡിലല്ലാത്തത് കൊണ്ടാണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ഈസ് ട്രൈയിങ് ടു സ്പീക്ക് ടു ദ മദർ. പക്ഷെ അപ്പോൾ പോലും അമ്മക്ക് അവളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പോലും സമയമില്ലാത്ത വിധം തിരക്കാണ്. അതുമാത്രമല്ല, ഈ കുട്ടീനെ ഒന്ന് പാർക്കിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പം ഐ ഹാവ് നെവർ ടേക്കൺ ടു എ പാർക്ക് സിൻസ് ഷി വാസ് ടൈനി. അവൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവൾ ഞാൻ പാർക്കിൽ കൊണ്ടുപോയിട്ടില്ല. ഷീ മസ്റ്റ് ബി ഹാപ്പി ടു ഗോ അറൗണ്ട്. അപ്പോൾ തന്നെ ഈ സോഷ്യൽ വർക്കർക്ക് മനസ്സിലാവുന്നുണ്ട് ഹൗ മാർജിനലൈസ്ഡ് ദിസ് സ്മോൾ ഗേൾ ഇസ് ഇൻസൈഡ് ദാറ്റ് ഹൗസ്. സ്വന്തം വീട്ടിൽ തന്നെ കുട്ടി എത്രയധികം ഒറ്റപ്പെട്ടിട്ടാണുള്ളത് എന്ന് ജോയിനക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് നൗ ജോയിന് പേഷ്യൻ്റ്ലി ടീച്ചസ് ലിബി സൈൻ ലാംഗ്വേജ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ സൈൻസ്. എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം, എങ്ങനെ കാര്യങ്ങൾ ലിപ്പ് റീഡിങ്ങും അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസാണ് ജോയിൻ ഈസ് ട്രൈയിങ് ടു ടീച്ച് ഹെർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറഞ്ചൊക്കെ അവൾ പഠിക്കുന്നൊരു മൊമെൻറ്റ് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ഹിയറിങ് അറിയുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഹിയറിങ് ഇല്ലാത്ത ഒരാളുടെ വേൾഡ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഈ ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ആൻഡ് ത്രൂ ദിസ് പ്രോസസ് ദിസ് യങ് ഗേൾ ബിഗിൻസ് ടു സ്ലോലി ഓപ്പൺ അപ്പ് മീൻസ് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള വില്ലിങ്നെസ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. ആൻഡ് ഷീ ട്രൈസ് ടു കണക്ട് വിത്ത് ദ വേൾഡ് അറൗണ്ട് ഹെർ. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് മദർ ഇസ് വാച്ചിങ് ബിഹൈൻഡ് ദ വിൻഡോ ഓൾ ദീസ് ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് and all through sign language. പക്ഷേ അമ്മയ്ക്ക് ഇതിലൊരു വിശ്വാസം വരുന്നില്ല. വൈ സൈൻ ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ജോയിനയോട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ജോയിൻ ഈസ് സേയിങ് ദാറ്റ് ഷീ മസ്റ്റ് ബി സെൻറ്റ് ടു സ്കൂൾ ബട്ട് ഷീ ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എ ഹെൽപ്പർ ഹു ക്യാൻ ഇൻ്റർപ്രറ്റ്. ഈ കാര്യങ്ങൾ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തു കൊടുക്കുന്ന ഒരാൾ കൂടെ വേണം. അതിന് ജോയിന് റെഡിയാണ് താനും. എന്നാലും അങ്ങനെ സൈൻ ലാംഗ്വേജ് തന്നെ അവൾ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ജോയിൻ ഇവരോട് പറയാൻ ശ്രമിക്കുന്നത്. ബട്ട് വി ക്യാൻ സീ ദാറ്റ് ദ മദർ ഈസ് നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ദിസ്. അപ്പോൾ സൊസൈറ്റിയിലും ഫാമിലീസിലും തന്നെയുള്ള നോഷൻ ഇത് മാറ്റിയെടുത്തിട്ട് അവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതിന് സൈൻ ലാംഗ്വേജിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നോഷനാണ് ഇതിൽ വരുന്നത്. സോ എനിവേസ് ആൻഡ് വെൻ ഷീ ദിസ് സ്റ്റാർട്ടഡ് ടു ഡു ബെറ്റർ, all on a sudden this mother, whose name is Sue, and Paul, the father, is deciding to take her to the normal school. But actually we can understand that for a girl like Libby a normal school was not going to be good. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് തന്നെ ജോയിനയുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് ഗേൾ ഇസ് ഹാർട്ട് ബ്രോക്കൺ. ലിബി ഈസ് ഹാർട്ട് ബ്രോക്കൺ. അപ്പോൾ എന്നിട്ട് വിഷമം സഹിക്കാഞ്ഞിട്ട് ജോയിൻ ഈസ് ട്രൈയിങ് ടു ഗോ ടു ഹെർ സ്കൂൾ ആൻഡ് ഷീ വാച്ചസ് ഫ്രം ദ ഗേറ്റ്. ആൻഡ് ദെൻ വി ക്യാൻ സീ ദാറ്റ് വെൻ ദ ഗേൾ സോ ജോയിൻ ഫ്രം എഫാർ, ദൂരെ നിന്ന് കാണുമ്പോൾ ഷീ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐ ലവ് യു through sign language, and Joanna becomes so sad and she's going back. So this is a very short film. ഇതാണ് ഫിലിമിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് വരുന്നത്. And it is written in the screen that
ഇങ്ങനെയല്ല നമ്മൾ കുട്ടികളോട് ഡിസേബിൾഡ് ആയിട്ടുള്ള അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള ഡെഫായിട്ടുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് അവരെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കലിലൂടെ തന്നെ ആവണം അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ഫിലിം മുന്നോട്ട് വെക്കുന്നത്. സോ ഹാവിങ് ഡിസ്കവേർഡ് എ ലാംഗ്വേജ് ദാറ്റ് ഫൈനലി അലൗഡ് ഹെർ ടു എക്സ്പ്രസ് ഹെർസെൽഫ് ഷീ വാസ് ഹാപ്പി. But again, she is pushed back by her own parents into the world of silence and isolation. So that is the sad part of it. So her emotional regression, her emotional fall shows the critical importance of meaningful communication. So in a family itself, there may be people with different orientations, different abilities and different, even disabilities as we call it. നമ്മളിന്ന് പറയുന്ന പോലെ പല തരത്തിലുള്ള കുട്ടികളായിരിക്കും ഒരു വീടിനകത്ത് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരോടും ഡിഫറെൻ്റായ രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് അറിയുക എന്നുള്ളത് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നും കൂടെ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് let's now move on to the themes that are included. As I said, communication barrier തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീം. The film powerfully shows the struggle of a deaf girl to communicate in a hearing-centric environment. That means in a group where everybody can hear, the person who is deaf becomes isolated. So this also mirrors Shenton's own father's struggles. Adu Shenton, as a responsible child, she understood it and she studied sign language. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് അവൾ ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഒതൻറ്റിസിറ്റി ഷീ ഹെർസെൽഫ് ആക്റ്റഡ് ഇൻ ദ റോൾ ഓഫ് ജോയിനെ ആയിട്ട് ഫിലിമിൽ അപ്പിയർ ചെയ്യുന്നതും റേച്ചൽ ഷെൻടൺ തന്നെയാണ്. Okay, so this film also shows how communication is crucial for a child's development and sense of belonging to a family. സ്വന്തം വീട്ടിലേക്ക് ബിലോങ് ചെയ്യാൻ ഇത് എൻ്റെ ഇടമാണ് എന്നൊരു കുട്ടി മനസ്സിലാക്കുന്നത് അവൾക്ക് അവിടെ സ്പേസ് കിട്ടുമ്പോഴും അവളെ കേൾക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ കുട്ടിയെ അവളെയോ അവനെയോ കേൾക്കാനും മനസ്സിലാവാനും ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് പറ്റുമ്പോഴാണ്. So this family dynamics is very important. So this screenplay explores how families often struggle to accommodate deaf children. കേൾക്കാൻ കഴിയാത്ത കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ നോർമൽ ഫാമിലീസ്, ഹിയറിംഗ് ഫാമിലീസ് ബുദ്ധിമുട്ടുന്ന ഒരു ഫാക്ടറും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇമ്പോർട്ടൻസ് ഓഫ് സൈൻ ലാംഗ്വേജ് ഹാസ് ഓൾസോ സ്ട്രെസ്ഡ്. ഷെൻടൺസ് പേഴ്സണൽ ജേർണി മെയ്ഡ് ഹെർ പാഷനേറ്റ് അബൌട്ട് ഹൈലൈറ്റിംഗ് ദിസ്. സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെൻടനെ ഈ ഒരു കാര്യം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പാഷനേറ്റ് ആക്കുന്നത്. ആൻഡ് ഈ ക്രിട്ടിക്കൽ ലാംഗ്വേജിന്, സൈൻ ലാംഗ്വേജിനുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടിയാണ് ഷെൻടൺ ഇതിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നത്. സോ ഫോർ ഡെഫ് പീപ്പിൾ സൈൻ ലാംഗ്വേജ് ഇസ് ദ ടൂൾ ഓഫ് കണക്ഷൻ ആൻഡ് എംപവർമെൻറ്റ്. ആ സൈൻ ലാംഗ്വേജ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നൗ what are the challenges of deaf people? So this is kind of a note. The Silent Child powerfully illuminates the profound challenges faced by deaf individuals, particularly children. അപ്പോൾ ലിബിയുടെ സ്റ്റോറിയിൽ നിന്ന് ഈ ഫിലിം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഡെഫ് ചിൽഡ്രനെ ഐസൊലേറ്റ് ചെയ്യുകയാണ്. സ്വന്തം ഫാമിലിയിൽ നിന്നും ബ്രോഡർ സൊസൈറ്റിയിൽ നിന്നും ഡെഫ് ചിൽഡ്രനെ ഐസൊലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദ ഫിലിം ക്രിട്ടിക്കലി എക്സാമിൻസ് ഹൗ ഹിയറിംഗ് ഫാമിലീസ് ഓഫൺ അൺനോയിങ്ലി മാർജിനലൈസ്. പലപ്പോഴും ഫാമിലീസ് ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല, അൺഇൻറ്റൻഷനലി അൺനോയിങ്ലി ആണ് ഡെഫ് ചിൽഡ്രനെ മാർജിനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ടു ബൈ നോട്ട് ലേണിംഗ് സൈൻ ലാംഗ്വേജ്. ഈ ഫിലിമിലും അതെ, ലിബിയുടെ അമ്മക്കും ഫാമിലിയിൽ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഈ പാരൻസ് ഇത് അക്നോളജ് ചെയ്യുന്നില്ല. പാരൻസ് ആർ നോട്ട് റെഡി ടു എഗ്രി ദാറ്റ് ഷീ ഷുഡ് ലേൺ സൈൻ ലാംഗ്വേജ്. ദേ ആർ എക്സ്പെക്ടിങ് സം മാജിക് ടു ഹാപ്പൻ. എന്തോ ഒരു മാജിക് പോലെ ഇവൾ ലിപ്പ് റീഡിങ്ങിലൂടെ തന്നെ ഇവർ പറയുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡിമാൻഡ്. ആൻഡ് ദാറ്റ് ഈസ് എ ഹൈ ഡിമാൻഡ് വിച്ച് ലിബി കനോട്ട് മേക്ക്. Then Libby's parents initially view her deafness as an inconvenience rather than understanding her unique communication needs. ഒരിക്കലും അവളുടെ കമ്മ്യൂണിക്കേഷൻ നീഡ് ഇന്നതാണ്, സൈൻ ലാംഗ്വേജ് പഠിക്കലാണ് എന്നുള്ളത് മനസ്സിലാക്കാനോ മനസ്സിലാവുമ്പോൾ അത് അഗ്രി ചെയ്യാനോ
ഈ സിയുവും അതുപോലെ പോളും റെഡി ആവുന്നില്ല. ഷീ എക്സിസ്റ്റ് ഇൻ എ സൈലൻറ്റ് വേൾഡ് ഡിസ്കണക്റ്റഡ് ഫ്രം മീനിങ് ഫുൾ ഇൻട്രാക്ഷൻ. അപ്പോൾ അത് തന്നെയായിരുന്നു ആ കുട്ടിയുടെ സങ്കടവും. And continuing, by featuring a deaf actress and highlighting sign language's importance, the film challenges societal misconceptions. അപ്പോൾ ഈ ഒരു ഫിലിമിൽ ഇനാക്ട് ചെയ്യാനും വേണ്ടിയിട്ടും ഇവർ തിരഞ്ഞെടുത്തത് ഡെഫായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിലിം വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ജോയന്നെയാണ് ഇതിലെ ഈ ഒരു കെയർടേക്കറുടെ റോളിൽ വന്നിട്ടുള്ളത്. ജോയിനെ വന്നിട്ടുള്ളത് ഷെൻറ്റൺ തന്നെയാണ്. ആൻഡ് ദ റോൾ ഓഫ് ദ ലിബി, ദിസ് ഗേൾ ലിബി വാസ് ഡൺ ബൈ എ ഡം ചൈൽഡ് നെയ്മഡ് മെയ്സി സ്ലൈ എന്നാണ് ഈ ഒരു റോൾ ചെയ്തിട്ടുള്ള കുട്ടിയുടെ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിമിന് ഒതൻറ്റിസിറ്റി ഉണ്ട്. വളരെ ക്ലിയറായിട്ട് ആ ഒരു ഇമോഷണൽ കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് ഡെഫ്നെസ് ഇസ് നോട്ട് എ ലിമിറ്റേഷൻ ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് എക്സ്പീരിയൻസിങ് ദ വേൾഡ്. That is what we, hearing people do not understand. Deafness is a different kind of ability. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റ് മീൻസ് ബൈ നേച്ചർ ഉണ്ട്. അതിലേക്ക് അവരെ ലീഡ് ചെയ്യാനും അതിനെ അവരെ ഹെൽപ്പ് ചെയ്യാനും സമൂഹത്തിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ആളുകൾ, ഹിയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. ദ ഫിലിം പവർഫുള്ളി ആർഗ്യൂസ് ദാറ്റ് വിത്ത് പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡെഫ് ചിൽഡ്രൻ ക്യാൻ ഫുള്ളി എക്സ്പ്രസ് ദെംസെൽവ്സ് ആൻഡ് ത്രൈവ്. അങ്ങനെയുള്ള മെത്തേഡ്സിലൂടെ അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ ബി മെയ്ഡ് യൂസ്ഫുൾ people. They can be they can give education, they can do different jobs, they can become perfect in whatever fields that they are going. ഈ ഒരു കാര്യം ജോയിനെ സിയുവിനോട്, ലിബിയുടെ മദറിനോട് വീണ്ടും പറയുന്നുണ്ട്. ഷീ ക്യാൻ ഗെറ്റ് എ ജോബ്. അതുപോലെ ഇവരുടെ ഗ്രാൻഡ് മദറിന് സംശയമുണ്ട്. ഷീ ഈസ് ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറയുമ്പം ഇസ് ഇറ്റ് സോ? I don't know whether she is going to do any job in future. അപ്പോൾ അതിലൊരു കളിയാക്കൽ കൂടിയുണ്ട്. ഇവരുടെ ഫാമിലിക്ക് നേരത്തെ ആരെങ്കിലും ഇങ്ങനെ ഡെഫായിരുന്ന കേസസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോബഡി ഈസ് ദർ എന്നാണ് ഇവരുടെ അമ്മ പറയുന്നത്. ബട്ട് ആക്ച്വലി അവരുടെ ഫാമിലിയിൽ അവരുടെ ഒരു ഗ്രാൻഡ് ഡാഡിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് പിന്നീട് ഇവരുടെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. അപ്പോഴും ഗ്രാൻഡ് മദർ പോലും ഇത് അക്നോളജ് ചെയ്യാൻ റെഡിയല്ല. ഈ കുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് അവർക്ക് ആർക്കും തന്നെ, ഫാമിലിയിലുള്ള ആൾക്കാർക്ക് തന്നെ വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫിലിമിൽ കാണുന്നത്. And now, through the detailed storytelling, the silent child becomes a profound advocacy tool, encouraging viewers to recognize deaf individuals' inherent dignity and communication rights. അവർക്കും ജന്മനാ തന്നെ നമ്മൾ ഡിഗ്നിറ്റി കൊടുക്കേണ്ടതുണ്ട്. അവർക്കും they have the right to become citizens. They have the right to become independent individuals in the society. ആ ഒരു സാധനമാണ് ഇതിൽ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. And another aspect is parents' rejection. Parents' decision to remove Joyne, Libby's sign language teacher, reveals the deep-seated societal misconception. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു മിസ്കോൺസെപ്ഷനാണ്, അതായത് ഇവർക്ക് സൈൻ ലാംഗ്വേജിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ലിപ്പ് റീഡിങ്ങിലൂടെ തന്നെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്കും ആ ഫാമിലിയുടെ ലാംഗ്വേജിലേക്കും ഇവർക്ക് വരാൻ പറ്റും എന്നാണ് സൊസൈറ്റിയുടെ ഒരു മിസ്കോൺസെപ്ഷൻ. അതുകൊണ്ടാണ് ലിബിയുടെ പാരൻസ് ജോയിനയെ ആ ഒരു പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. സ്യൂ ആൻഡ് പോൾസ് കമ്പൾസീവ് റിജക്ഷൻ ഓഫ് ജോയിനെ സ്റ്റെംസ്, that means raises, from the complex mix of emotional discomfort and societal expectations. Thus we can see that their parents are not ready to see Libby's deafness as a problem that is unique. അവർ വിചാരിക്കുന്നത് എന്താണ്, ഇതൊരു ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് ഇവർ കാണുന്നത്. അതും ഈ കുട്ടി കുറച്ച് വളർന്ന ശേഷമാണ്, 2 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ഈ അമ്മ ഇത് തിരിച്ചറിയുന്നത് എന്നും പറയുന്നുണ്ട് ഫിലിമിനകത്ത്. സോ ദേ സീ ഡെഫ്നെസ് ആസ് എ പ്രോബ്ലം ടു ബി ഫിക്സ്ഡ് rather than as a unique mode of experiencing the world.
Their approach reflects a broader societal tendency to view disability as normal, seeking to make deaf children conform to hearing norms. ഡിസേബിൾഡ് ആയ ആൾക്കാരുടെ അവരുടെ സ്പെഷ്യൽ നീഡ്സിനനുസരിച്ച് അവർക്ക് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുന്നതിന് പകരം സമൂഹം പലപ്പോഴും ചെയ്യുന്നത് അവരെ നോർമലായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങോട്ട് കൂട്ടുക എന്നുള്ളതാണ്. സോ നോർമൽ എന്നുള്ള ടേം കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അവരും നോർമൽ തന്നെയാണ്, പക്ഷേ they should be given different facilities. Society has to give them different facilities and opportunities to develop as mature citizens. അപ്പോൾ അത് മാത്രം നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫിലിമിൻ്റെ മെസ്സേജ്. And they view sign language as a marker of difference, believing that forcing Libby to lip read and speak will help her integrate. This is the core argument. അതായത് സൈൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് അവളെ വീണ്ടും മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി വീട്ടിൽ ഡെഫായ ആളുണ്ട് അല്ലെങ്കിൽ ഡംബായ ആളുണ്ട് എന്ന് പറയുന്നത് അവർക്കൊരു നാണക്കേട്, ഒരു ഷെയിം ഫാക്ടർ കൂടി അതിനകത്തുണ്ട്. അങ്ങനെ കാണുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളെ പോലെ ഇവളെ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ഇവളെ കമ്പൽ ചെയ്യുകയാണ് ഈ ഒരു ഫാമിലിയിൽ നടക്കുന്നത്. സോ ദേ ആർ കമ്പലിങ് ഹെർ ടു ലിപ്പ് റീഡ് ആൻഡ് ടു സ്പീക്ക് റാദർ ദാൻ അഗ്രീയിങ് ദാറ്റ് ഷീ ഹാസ് എ ഡിഫറെൻറ്റ് എബിലിറ്റി ആൻഡ് ദേ ഹാവ് ടു ഹെൽപ്പ് ഹെർ വിത്ത് ദാറ്റ്. അത് അവരൊരിക്കലും സമ്മതിക്കുന്നില്ല. ദേ ആർ നോട്ട് റെഡി ടു ഹെൽപ്പ് ഹെർ ത്രൂ ദാറ്റ് മെത്തേഡ്. So this approach fundamentally misunderstands the importance of linguistics and cultural identity for deaf individuals. അവർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളത് അഗ്രി ചെയ്യാൻ സോ കോൾഡ് നോർമൽ ആൾക്കാർ തയ്യാറാവുന്നില്ല. ആൻഡ് സോ ദിസ് ഹോൾ വർക്ക് ഇസ് actually a sensitization through art. Shenton used this film to raise awareness about the challenges that deaf children face, and this promote the importance of sign language. And she's talking about that very clearly. Shenton insisted on using a deaf actress. മേസി സ്ലൈ എന്ന് പറയുന്ന ഈ കുട്ടി തന്നെ വേണം ഈ റോള് ചെയ്യാനെന്ന് ഷെൻറ്റനാണ് ഇൻസിസ്റ്റ് ചെയ്തത്. ആൻഡ് ഷെൻറ്റൻ co-starred in the film as ജോയിനെ. ഞാൻ വീണ്ടും പറയുകയാണ്, ഷെൻറ്റൻ ജോയിനെ ആയിട്ട് പോർട്രേ ചെയ്യുന്നതിൻ്റെ പിന്നിലും ഈ ഒരു തീമിനോട് അത്രയും ഇമോഷണലി അവർ ക്ലോസ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഷീ അപ്പിയേഴ്സ് ആസ് ദി സോഷ്യൽ വർക്കർ. ആൻഡ് ഷീ ചലഞ്ച്ഡ് സൊസൈറ്റൽ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ഡെഫ്നെസ്. ഈ ഒരു തെറ്റിദ്ധാരണകൾ മുഴുവനും മാറ്റുക എന്നുള്ളതും ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഇത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളതുമായിരുന്നു ഷെൻറ്റൻ്റെ ഒരു ഉദ്ദേശം. ആൻഡ് വിന്നിംഗ് ദ ഓസ്കാർ ഫോർ ദി ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം, ഷെൻറ്റൻ യൂസ്ഡ് ഹെർ acceptance speech to call for sign language to be taught in schools. അപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടിയ ആ വേദി പോലും ഷെൻറ്റനും ക്രിസ് ഓവർട്ടനും യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡെഫായ ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സിനെ കുറിച്ച് സംസാരിക്കാനും അതുപോലെ സൈൻ ലാംഗ്വേജ് സ്കൂൾസിൽ പോലും പഠിപ്പിക്കേണ്ടതിൻ്റെയും അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ദോസ് പീപ്പിൾ ഹു ആർ ഇൻ ഫാമിലീസ് അവെയർ ആയിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അവരവരുടെ ഓസ്കാർ അക്സെപ്റ്റൻസ് സ്പീച്ചിൽ പോലും മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നത് അവരുടെ ഈ ഒരു തീമിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. സോ ദാറ്റ് വാസ് ദിസ് lesson about the short film, The Silent Child, and I hope that you enjoyed the lesson. Thank you so much.